അതൊരു വേട്ടയുടെ തുടക്കമായിരുന്നു. മുറിവേറ്റ സിംഹത്തെ പോലെ ഗിഡിയൻ തന്റെ തോളിൽ തറച്ച വെടിയുണ്ട ഒരു കത്തി കൊണ്ട് കുത്തിക്കീറി പുറത്തെടുത്തു. വേദന കടിച്ചു പിടിച്ച് മഞ്ഞുരുകിയ വെള്ളം കുടിച്ച് അയാൾ വീണ്ടും എഴുന്നേൽക്കുന്നു. കാരണം അകലെ മലമുകളിൽ കേണൽ മാത്യു ഒരു തോക്കുമായി അയാളുടെ പിന്നാലെയുണ്ട്. ആ വേട്ടക്കാരൻ ഒരിക്കലും പിന്മാറാൻ പോകുന്നില്ല. കാടുകളും പുഴകളും പിന്നിട്ടുള്ള ആ ഓട്ടം ഒരു യുദ്ധം പോലെ നീളുകയാണ്. ഗിഡിയൻ പല കെണികളൊരുക്കി ജോണിനെയും കൂട്ടരെയും തടയാൻ നോക്കുന്നു. എന്നാൽ ജോണിന്റെ ഉള്ളിലെ പകയ്ക്ക് തീ പിടിച്ചിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് യുദ്ധത്തിനിടയിൽ തന്റെ കുടുംബം വെന്തുമരിച്ചതിന് ഉത്തരവാദി ഗിഡിയനാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഗിഡിയന്റെ ഉള്ളിലാകട്ടെ പുറത്തു പറയാനാവാത്ത ഒരു വലിയ കുറ്റബോധം നേറിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മഞ്ഞും കാടും വഴിമാറി ഇപ്പോൾ അവർ ചുട്ടുപൊള്ളുന്നൊരു മരുഭൂമിയിലാണ്. കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും വെള്ളവും തീർന്നു. ശരീരത്തിലെ അവസാനത്തെ തുള്ളി ഊർജവും ചോർന്നു പോയിട്ടും പകയും പ്രായശ്ചിത്തവും അവരെ വിടാതെ മുന്നോട്ട് നടത്തുന്നു. ഒടുവിൽ ആ അനന്തമായ മണൽപ്പരപ്പിൽ അവർ നേർക്കുനേർ കണ്ടുമുട്ടുന്നു. ഓടിപ്പോകാൻ ഇനി ഒരിടവുമില്ല. ഗിഡിയൻ മണലിൽ തളർന്നിരിക്കുന്നു. മാത്യു വിറയ്ക്കുന്ന കൈകളോടെ തന്റെ തോക്ക് ഗിഡിയന് നേരെ ചൂണ്ടി. വേട്ടക്കാരനും ഇരയും ഒരേപോലെ തകർന്നു പോയിരിക്കുന്നു. മാത്യുവിന്റെ വിരൽ ട്രിഗറിൽ അമർന്നു. ആ മരുഭൂമിയെ നടുക്കിക്കൊണ്ടൊരു വെടിയൊച്ച മുഴങ്ങി. പക്ഷെ വീണത് ആരായിരുന്നു?